കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ നമുക്കറിയാം കനത്ത മഴയായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച മഴ നിന്ന് പെയ്യുകയായിരുന്നു. പക്ഷേ ഇന്ന്, അതായത് സ്കൂൾ തുറക്കുന്ന ഇന്ന് മഴ മാറി നിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ആദ്യ മണിക്കൂറിൽ. എവിടെയെങ്കിലുമൊക്കെ മഴ പെയ്യുന്നുണ്ടോ എന്നറിയില്ല. പ്രേക്ഷകർ കമന്റ് ഇട്ടാൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. കുട്ടികളെ നനയിക്കാനായി ആരെങ്കിലുമൊക്കെ എത്തിച്ചേരുന്നുണ്ടോ എന്നറിയില്ല. ഏതായാലും ഇന്ന് പ്രവേശനോത്സവം നടക്കാൻ പോവുകയാണ്. 9 മണി കഴിയുമ്പോഴേക്കും ആലപ്പുഴ കലവൂരിലാണ് പ്രധാനമായും പ്രവേശനോത്സവം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്കൊന്ന് പോകണം. എത്രത്തോളം ആഘോഷത്തോടെയാണ് കുട്ടികളെ വരവേൽക്കാൻ പോകുന്നതെന്ന് സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. സുധീഷ്, കലവൂർ സ്കൂളിൽ പ്രവേശനോത്സവം നടക്കാൻ പോകുന്നു. വലിയ ആഘോഷങ്ങളോടുകൂടിയാണ് നമ്മൾ കുട്ടികളെ സ്വീകരിക്കാൻ പോകുന്നത്. എന്തൊക്കെ കാഴ്ചകൾ അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്? വീണ, കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം നടക്കുക. ഇവിടുത്തെ 1-ാം ക്ലാസ്സിലെ ക്ലാസ് മുറിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കുറച്ച് കുരുന്നുകളൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ഇന്ന് ക്ലാസ്സിൽ ഇവരെ സ്വാഗതം ചെയ്യുന്നതോടെ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടെത്തിയാണ് ഈ കുട്ടികളെ സ്വാഗതം ചെയ്യുന്നത്. സ്വാഗതം ചെയ്യുമ്പോൾ ഇവർക്ക് കൊടുക്കാനുള്ള തൊപ്പിയും മറ്റ് അലങ്കാര വസ്തുക്കളെല്ലാം തന്നെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഈ കുട്ടികൾക്കെല്ലാം വേണ്ടി മറ്റ് മധുരങ്ങളടക്കം വിതരണം ചെയ്തുകൊണ്ടായിരിക്കും ഈ പ്രവേശനോത്സവത്തിൽ 1-ാം ക്ലാസ്സിലെ ആദ്യ ക്ലാസ് ആരംഭിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചേക്കുവാണ്. അധ്യാപകരടക്കം ഇവിടെ എത്തിക്കഴിഞ്ഞു. കുരുന്നുകൾ 6-7 കുട്ടികളും ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ തൊപ്പിയും മറ്റുമായിരിക്കും അവർക്ക് അലങ്കാര വസ്തുക്കളായി നൽകുക. അത് ഏതാണ്ട് 9 മണിയോടെയാണ് കുട്ടികളെ സ്വാഗതം ചെയ്യുന്ന ചടങ്ങ് ഉണ്ടാവുക. അത് വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് സ്വാഗതം ചെയ്യുന്നത്. അതിനു മുമ്പ് 8:30 വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറും. അതിനുശേഷമാണ് കുട്ടികളെ സ്വാഗതം ചെയ്യുന്ന ചടങ്ങ്. 9 മണിക്ക് വരെ സ്വാഗതം ചെയ്തു കഴിഞ്ഞാൽ അതിന് തൊട്ട് പിന്നാലെ പ്രവേശനോത്സവ ഗാനം ആലപിക്കും. അത് ഒരു വിദ്യാർത്ഥി തന്നെ എഴുതിയ ഗാനമാണ് ഇതിനായി തയ്യാറാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 9:50 സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ആരംഭിക്കുക. ഇപ്പോൾ ഈ ക്ലാസ് മുറി ആകെ തന്നെയും അലങ്കരിച്ചിട്ടുണ്ട്. പൂക്കളും മറ്റും വെച്ചും അത് നിർമ്മിത പൂക്കളും മറ്റും വെച്ച് കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലാണ് ക്ലാസ് മുറിയെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. കുട്ടികളോട് തന്നെ അവർക്ക് പുതിയ ഒരു വിദ്യാഭ്യാസ രംഗത്തേക്ക് അവർ കിടക്കും. മോളെ, സന്തോഷമായിട്ടാണോ എത്തിയത്? ആരാ കൊണ്ടുവന്നത് മോളെ? ആണോ? വിഷമമുണ്ടോ സ്കൂളിലോട്ട്? സന്തോഷമാണോ? സന്തോഷമായിട്ടാണ് കുട്ടികൾ ക്ലാസ്സിലേക്ക് എത്തിയിട്ടുള്ളത്. മോൻ്റെ പേരെന്താ? എവിടെ, അടുത്താണോ വീട്? പുതിയ ക്ലാസ് മുറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഓരോ കുട്ടികളും വളരെ സന്തോഷത്തോടെ ഈ ക്ലാസ്സിലേക്ക് 1-ാം ക്ലാസ്സിലെ പ്രവേശനോത്സവത്തിൽ പങ്കുചേരാനായി എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് കുട്ടികൾ. പണ്ടൊക്കെ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഒരു കരച്ചിലും മറ്റും കുട്ടികൾ കാണാമെങ്കിൽ ഇന്ന് എല്ലാവരും വളരെ ഒരുങ്ങി സന്തോഷവാന്മാരായിട്ടാണ് എത്തിയേക്കുന്നത്. മോൻ്റെ പേരെന്താ? ഈ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയോ? ആരൊക്കെയാ കൂട്ടുകാര്? കൂട്ടുകാരുടെ പേരെന്താ? അഭിനന്ദാണോ കൂട്ടുകാരൻ? അങ്ങനെ പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കുട്ടികൾ. ആ രീതിയിൽ ഇന്ന് സംസ്ഥാനതല പ്രവേശനോത്സവം ആലപ്പുഴയിൽ നടക്കുകയാണ്. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ആലപ്പുഴയിൽ ഇന്ന് പ്രവേശനോത്സവം നടക്കുമ്പോൾ തന്നെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ച സ്കൂളുകൾക്കും അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ നടക്കുന്ന സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ്. അത്തരത്തിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ നിരവധി സ്കൂളുകളിൽ ഇന്ന് പ്രവേശനോത്സവം നടക്കുന്നില്ല എന്നത് ദുഃഖകരമായൊരു സംഭവമാണ്. പ്രത്യേകിച്ച് ഇവിടെ കുട്ടനാട് താലൂക്കിനും അതോടൊപ്പം തന്നെ പുറക്കാട് പഞ്ചായത്തിലെ വിദ്യാലയങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് ക്യാമ്പ് നടക്കുന്ന വിയവരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അങ്ങനെ നിരവധി സ്കൂളുകളിൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. അത്തരം സ്കൂളുകളിലും ഇന്ന് പ്രവേശനോത്സവം നടക്കില്ല എന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വീണ. ശരി സുധീഷ്, വളരെ മനോഹരമായ കളർഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് വളരെ സ്മാർട്ടായിട്ട് വന്നിരിക്കുകയാണ് കുട്ടികൾ. വളരെ നേരത്തെ തന്നെ 1 മണിക്കൂർ മുമ്പേ വന്നു. ഒരു പ്രശ്നവുമില്ല. കൂട്ടുകാരെയൊക്കെ ഇതിനോടകം തന്നെ കിട്ടിക്കഴിഞ്ഞു. അവർ വലിയ ആഘോഷത്തിലും വലിയ സന്തോഷത്തിലും. ക്യാമറ വളരെ അടുത്തെത്തുമ്പോൾ ക്യാമറ നോക്കി വളരെ നന്നായി ചിരിക്കുന്ന കുട്ടികൾ വരെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അവരത്രത്തോളം ആഹ്ലാദത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ശാലിനിയിലേക്ക് കൂടി ഒന്ന് പോകാം. തിരുവനന്തപുരത്താണ് ശാലിനി ഉള്ളത്. ശാലിനി, ഇപ്പോൾ കലവൂരിലെ ഈ പ്രവേശനോത്സവം നടക്കുന്ന സ്കൂളിൽ നിന്നാണ് സുധീഷ കാഴ്ചകൾ കാണിച്ചു തന്ന. വളരെ വർണ്ണശബളമായ തൊപ്പിയെല്ലാം അവിടെ ഉണ്ട്. അവർ അതെല്ലാം സ്വീകരിക്കാൻ, ഈ ആഘോഷങ്ങളിലേക്ക് മുഴുവൻ പോകാനായി തയ്യാറായി നല്ല സുന്ദരന്മാരായി ഒരുങ്ങി വന്നിരിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ശാലിനിയുടെ ചുറ്റുമുള്ള കാഴ്ചകൾ?
വീണ, സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നിടത്ത് കുട്ടികൾ എത്തിയെങ്കിൽ ഇവിടെ അധ്യാപകരൊക്കെ എത്തി കുട്ടികളെ സ്വീകരിക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലൊക്കെയാണ്. ഇവിടെ ഒരേ നിറത്തിലുള്ള സാരികളൊക്കെ ഉടുത്ത് വന്ന എല്ലാ ടീച്ചർമാരും ഒറ്റ ഡ്രസ് കോഡിൽ നിൽക്കുകയാണ് അവരുടെ കുഞ്ഞു മക്കളെയൊക്കെ സ്വീകരിക്കാൻ. ഒപ്പം തന്നെ അവർക്ക് നൽകാനുള്ള സമ്മാന പൊതികളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, ക്രമീകരണങ്ങൾ നടത്തുകയാണ്. സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ്. സാറേ, 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കുഞ്ഞു മക്കൾ വരികയാണ്, എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ? കുഞ്ഞുമക്കളെ വരവേൽക്കാനായിട്ട് എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതിനകത്ത് വൈവിധ്യമുള്ള നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ മൊത്തം മാറ്റി സ്കൂൾ മൊത്തം പുതിയതായിട്ട് ടൈല് പാകി വൃത്തിയാക്കി, സ്കൂൾ മൊത്തം പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി. 1-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ചിത്രങ്ങൾ 1-ാം ക്ലാസ്സിൽ വരച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരാഴ്ചത്തേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ച പഠന പ്രവർത്തനങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പുതുവർഷത്തെ വരവേൽക്കാനും പ്രവേശനം നേടിയ കുഞ്ഞുങ്ങൾക്കും കഴിഞ്ഞ വർഷത്തെ കുഞ്ഞുങ്ങൾക്കും നവങ്ങളായ അനുഭവങ്ങൾ സമ്മാനിക്കാനും പൂർണ്ണതോതിൽ കോട്ടറങ്കൽ LP ഒരുങ്ങിയിട്ടുണ്ട്. സമ്മാനം കൊടുക്കുന്ന പ്രധാനപ്പെട്ടത് ഹരിത വിദ്യാലയമാണ് നമ്മുടേത്. അതിനായിട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്കൂളിൽ വെള്ളം കൊണ്ടുവന്ന് കുടിക്കുന്നതിനായിട്ട് HLL സ്പോൺസർ ചെയ്ത വാട്ടർ ബോട്ടിൽ, സ്റ്റീൽ വാട്ടർ ബോട്ടിൽ, ഫ്ലാസ്ക് ടൈപ്പ് ബാഗും പഠനോപകരണങ്ങളും വേറെ. സൂചിപ്പിച്ചതുപോലെ സാർ അവസാനഘട്ട ഒരുക്കത്തിൻ്റെ തിരക്കിലായിരുന്നു, നമ്മൾ പിടിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം പ്രേക്ഷകർക്ക് അധ്യാപകരൊക്കെ ഇവിടെ വന്ന് ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർമാരൊക്കെ ഉണ്ട്. സാർ സൂചിപ്പിച്ചതുപോലെയുള്ള സമ്മാന പൊതികളുണ്ട്, ഒപ്പം തന്നെ ബാഗുകളുണ്ട്, അവർക്ക് വേണ്ട വാട്ടർ ബോട്ടിലുണ്ട്, ഒപ്പം തന്നെ ബുക്കുകളുണ്ട്, തൊപ്പികളുണ്ട്. നമ്മൾ വർണ്ണത്തൊപ്പികൾ എന്ന് പറയപ്പെടുന്ന ആ വർണ്ണത്തൊപ്പികളൊക്കെ ഇവിടെ തയ്യാറാക്കി അധ്യാപകർ കാത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ബലൂണൊക്കെ കെട്ടുന്നത് നമ്മൾ കണ്ടിരുന്നു. വളരെ നിറങ്ങൾ ചാലിച്ച ഒരു അന്തരീക്ഷം വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വർണ്ണത്തൊപ്പികൾ അവർക്ക് വേണ്ടി കൊടുക്കാനായി അവരുടെ തലയിൽ അണിയിച്ച് അവരെ ഈ സ്വീകരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള തൊപ്പികൾ ഇവിടെ തയ്യാറാണ്. ഒപ്പം തന്നെ ക്രയോണുകൾ അവർക്ക് അവരുടെ ജീവിതത്തിലെ അവരുടെ ആദ്യത്തെ സമ്മാനമായി, സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ആദ്യത്തെ സമ്മാനമായി നൽകാൻ ക്രയോണുകളും ഒപ്പം തന്നെ പെൻസിലും പേനയും വാട്ടർ ബോട്ടിലും ഒക്കെയായി അവർക്ക് വലിയ സന്തോഷത്തോടു കൂടി ഒരു സ്വീകരണം നൽകാൻ, വലിയ ഓർമ്മകളാക്കി മാറ്റാൻ, ഈ ഒരു ദിനത്തെ ഓർമ്മകളാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ സ്കൂളിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കും ഒരു തയ്യാറെടുപ്പിലേക്കും ഒക്കെ തന്നെ പൂർത്തീകരിക്കുന്നുണ്ട്. ഏകദേശം 80-ലധികം വിദ്യാർത്ഥികളാണ്, കുഞ്ഞുമക്കളാണ് ഈ സ്കൂളിൽ ആദ്യമായിട്ട് 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ അവരെയൊക്കെ അത്രയധികം സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സീനിയർ വിദ്യാർത്ഥികളൊക്കെ ഉള്ളവരൊക്കെ ഇവിടെ എത്തി ഈ ഒരു സന്തോഷത്തിൻ്റെയൊക്കെ ഭാഗമാകുന്നുണ്ട്. അധ്യാപകരുണ്ട്. മൺചിരാതുകൾ കത്തിച്ച് ആ മൺചിരാതുകളിൽ വെളിച്ചം നൽകി അക്ഷരത്തിൻ്റെ ലോകത്തേക്ക്, അവരെ വെളിച്ചത്തിൻ്റെ ലോകത്തേക്ക്, നല്ല ലോകത്തേക്ക് കൈപിടിച്ച് കയറ്റാനാണ് ഓരോ അധ്യാപകരും ശ്രമിക്കുന്നത്. ടീച്ചർമാരൊക്കെ ഈ 1-ാം ക്ലാസ്സിലേക്ക് അധ്യാപകരാണ്. ടീച്ചറെ, ഇന്നിപ്പോൾ കുഞ്ഞു മക്കൾ വരികയാണ്, ആദ്യമായിട്ട് അവരുടെ ഒരു അക്ഷര ലോകത്തേക്ക് അവർ പിച്ച വെക്കാൻ പോവുകയാണ്. എന്താണ് പറയാനുള്ളത് ഈ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മക്കളെ കാണുന്ന സന്തോഷം? ഞങ്ങൾ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അവർ വരണം, നല്ലപോലെ പഠിക്കണം, നാടിൻ്റെ നല്ല കുഞ്ഞുങ്ങളായിട്ട് മാറാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളവരെ ആശംസിക്കുന്നു. 1-ാം ക്ലാസ്സിലൊക്കെ തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയായിരുന്നു? അവരെ 1-ാം ക്ലാസ്സിൽ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. നമ്മുടെ ചുവർചിത്രങ്ങളെല്ലാം തന്നെ പാഠപുസ്തകവുമായി ബന്ധമുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് ബാഗായാലും വാട്ടർ ബോട്ടിലായാലും പുസ്തകങ്ങളായാലും എല്ലാം ഒരുക്കി റെഡി ആയിട്ടിരിക്കുകയാണ് ഞങ്ങൾ. അവരൊക്കെ അവരുടെ മക്കളെ കാണാനുള്ളൊരു ആകാംക്ഷയിലാണ്. കാരണം വീട് വിട്ടാൽ അവർ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് ഈ സ്കൂളുകളിലാണ്, ഈ സ്കൂളുകളുടെ ഈ ചുവരുകൾക്കുള്ളിലാണ്. അപ്പോൾ അവരെ അത്രയധികം സന്തോഷത്തോടെ സ്വീകരിക്കാനാണ് അവർ ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ പ്രധാന അധ്യാപകൻ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ 2 ആഴ്ച ഈ കുഞ്ഞു മക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെയാണ് നടക്കുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു ബോധവൽക്കരണ പരിപാടി. കാരണം നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന ലഹരി, ഒപ്പം തന്നെ മയക്കുമരുന്ന്, അത്തരത്തിലുള്ള വിപത്തുകൾ, ഒപ്പം തന്നെ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം, ഇതൊക്കെ വർദ്ധിച്ചു വരുന്നു. അപകടങ്ങൾ ഉണ്ടാകുന്നു, ആത്മഹത്യാ പ്രേരണ ഉണ്ടാകുന്നു. ഇതൊക്കെ മറികടക്കാനുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സുകളാണ് ഇനിയുള്ള 2 ആഴ്ച നടക്കാൻ പോകുന്നത്. എന്തായാലും ക്ലാസ്സുകളൊക്കെ എല്ലാം റെഡി ആയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ കണ്ടതാണ് വീണ. അതേപോലെ തന്നെ മനോഹരമാക്കി ക്ലാസ്സുകളൊക്കെ ഇട്ടിരിക്കുകയാണ്. അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളിലും, അതായത് അവരുടെ പാഠപുസ്തകത്തിലുള്ള അതേ ചിത്രങ്ങൾ വരച്ച് ഈ പെയിന്റൊക്കെ അടിച്ചിങ്ങനെ കാത്തിരിക്കുകയാണ് അവരുടെ കുഞ്ഞു മക്കളെ കാണാൻ. ഈ വർണ്ണ കാഴ്ചകൾ അവർ ഇതിനു മുമ്പ് എത്രയൊക്കെ കണ്ടിട്ടുണ്ടോ അതിനെയൊക്കെ മുകളിൽ നിൽക്കുന്ന കാഴ്ചകളായിരിക്കണമല്ലോ സ്കൂളിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് അത്തരത്തിലൊക്കെ അവിടെ ഉള്ള കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഏതായാലും ആ കുട്ടികൾ എത്തി തുടങ്ങിയതിന് ശേഷം നമുക്ക് വീണ്ടും വരാം ശാലിനിയിലേക്ക്.